ഒരു നേരത്തെ ഭക്ഷണം ലോകത്താർക്ക് കൊടുത്താലും അത് ദൈവത്തിൻ്റെ പ്രസാദമാണെന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ ആഹാരം എങ്ങനെ കൊടുക്കണം? ആ ആഹാരത്തിൽ തൊപ്പിയും ഛർദ്ദിച്ചുമാണ് നാം മറ്റൊരാൾക്ക് കൊടുക്കുന്നതെങ്കിൽ അത്തരക്കാർ ദൈവകോപത്തിന് പാത്രീഭവിക്കുകയും അവരുടെ ജന്മങ്ങൾ പോലും നികൃഷ്ട ജന്മങ്ങളായി ഭൂമിയിൽ ആഹാരവും വെള്ളവുമില്ലാത്ത സ്ഥലങ്ങളിൽ പോയി ജനിക്കുകയും അവിടെ കിടന്ന് നരകതുല്യമായ ജീവിതം നയിച്ച് ജന്മജന്മാന്തരങ്ങളോളം വേദനിച്ച് കഴിയാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടാകുമോ? ഭൂമുഖത്ത് വെച്ച് ഏറ്റവും നികൃഷ്ടമായ കർമ്മമാണ് ഭക്ഷണത്തിൽ വിസർജ്യങ്ങൾ കലർത്തി. മനുഷ്യനെന്നല്ല ഒരു ജീവികൾക്കും അത് കൊടുത്തുകൂടാ. മനുഷ്യനല്ലാത്ത മറ്റ് ജീവിവർഗങ്ങളും ഒരു പരിശുദ്ധിയും നേരും സത്യത്തോടെയും ജീവിക്കുന്നവരാണ്. മനുഷ്യന് മാത്രമേ ചതിക്കാൻ അറിയൂ. മറ്റൊരു ജീവിക്കും അറിയാത്തൊരു ഭാഷയാണത്. നാം ഹീനജന്മങ്ങൾക്കുടമയാകാതെ പുണ്യജന്മങ്ങൾക്ക് പാത്രമാകുക. ആഹാരം ദൈവത്തിൻ്റെ വരദാനമാണ്.